ഹായ് ഗൈസ്, ദിസ് അനന്തു ഫ്രം റീബൂട്രിക്സ്. ഇന്നൊരു വ്ളോഗ് ടൈപ്പ് കണ്ടൻറ്റാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇന്ന് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യണം, ബട്ട് അതെൻ്റെ സ്വന്തം സിസ്റ്റം തന്നെ ആയിരിക്കും. അതിനകത്തിൽ എൻ്റെ ഒരു സിസ്റ്റം ഞാൻ നിങ്ങളെ കാണിക്കാം. അതിൻ്റെ ഒരു കേസ് സ്വാപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ കറൻ്റ്ലി എൻ്റെ റൂം ഞാൻ നിങ്ങളെ കാണിക്കാം. കറൻ്റ്ലി എൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ PC. ഇതൊരു മൈക്രോ ATX കേസാണ്, ആൻറ്റി സ്പോർട്സിൻ്റെ ഹാൻഡിലുള്ളത്. ഇത് ഞാൻ മെയിൻലി ഇത് വാങ്ങാൻ കാരണം കൊച്ചിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സിസ്റ്റം വീട്ടിലേക്ക് കൊണ്ടുപോകാനും ഉള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് ക്യാബിനറ്റ് ഞാൻ വാങ്ങിയത്. എൻ്റെ അത്യാവശ്യം പഴയൊരു സിസ്റ്റമാണ്. ഒരു ഇൻ്റലിൻ്റെ തന്നെ ഒരു H410 മദർ ബോർഡ്, i5 10th ജനറേഷൻ, പിന്നെ RTX 3060 ആണ് ഇപ്പോൾ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ കേസ് ഞാൻ വിചാരിച്ചു ഇതെന്തായാലും നമ്മൾ വീട്ടിലേക്ക് വന്നല്ലോ, അപ്പോൾ ഈ കേസ് നമുക്ക് സ്വാപ്പ് ചെയ്യാം. കൊച്ചിയിൽ നിന്ന് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ കുറേ നാൾ വീട്ടിൽ പെർമനൻ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി വലിയൊരു കേസിലേക്ക് സ്വാപ്പായി മാറാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ മോണിറ്റർ. കറൻ്റ്ലി ഇതിൻ്റെ ടെസ്റ്റ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ഇത് നെക്സ്റ്റ് വീഡിയോയിൽ വരാൻ പോകുന്ന PC ആണിത്. ഞാനതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്യും. ഇപ്പോൾ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും പറയുന്നില്ല. കുറച്ച് ഹയർ എൻഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. ഇപ്പോൾ കറൻ്റ്ലി അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റിങ്ങിൽ നടക്കുകയാണ്. ഞാൻ ജസ്റ്റ് സിസ്റ്റം ഒന്ന് ഓണാക്കി ടെസ്റ്റിന് വേണ്ടി ഇട്ടേക്കാണ്. സോ നെക്സ്റ്റ് നമുക്ക് ആ ബിൽഡിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടേബിളൊന്നും ഒഴിച്ചിട്ടുണ്ട്. ബാക്കി ടെസ്റ്റിങ്ങിലുണ്ടായിരുന്ന സിസ്റ്റം എല്ലാം സൈഡാക്കി ടേബിൾ ഒഴിച്ചു. ഇനി വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പ് റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന ഈ ചെറിയ കേസിൽ നിന്ന് കുറച്ചുകൂടെ വലുതായിട്ടുള്ള ആൻറ്റി സ്പോർട്സിൻ്റെ ക്രിസ്റ്റൽ X7 എന്ന് പറയുന്ന കേസിലേക്ക് മാറ്റുക. ഒരുപാട് കൂടിയ കേസൊന്നുമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കേസ് തന്നെയാണ്. ഇതിനകത്ത് 7 ഫാൻ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വീഡിയോസ് എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സിസ്റ്റം ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ കാണാൻ ഭംഗിയായിരിക്കും. ആ ഒരു മേജർ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മാറ്റുന്നത്. സോ നമുക്ക് കേസ് നമുക്കിപ്പോൾ അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്യാബിനറ്റ് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് രണ്ട് തമ്മിലുള്ള സൈസ് ഡിഫറൻസ്. നമുക്ക് ഇതിലേക്ക് ബിൽഡ് ട്രാൻസ്ഫർ ചെയ്യാം, PCയുടെ പാർട്സ് എല്ലാം. അപ്പോൾ ഈ ക്യാബിനറ്റിൻ്റെ പാർട്സ് എല്ലാം നമ്മളെടുത്ത് ഫുള്ള് വെളിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇനി ഇത് തിരിച്ച് പാക്ക് ചെയ്ത് മാറ്റാൻ വിടുന്നു. ഓക്കെ, ഇതിൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട്, അതെല്ലാം ഇത് തിരിച്ച് ഫിറ്റ് ചെയ്തിട്ട് ഇത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതെടുത്ത് വെച്ചിട്ട് പരിപാടി തുടങ്ങാം. ശരി, എന്തായാലും ഇപ്പോൾ ചെയ്യട്ടെ.
നമ്മൾ അതിലേക്ക് ഇടേണ്ട പവർ സപ്ലൈ പോയി എടുത്തിട്ടുണ്ട്. ഓക്കെ, പവർ സപ്ലൈ ഇതാണ് 650 വാട്ട്സിൻ്റെ കൂളർ മാസ്റ്ററിൻ്റെ ബ്രോൺസ് പവർ സപ്ലൈ ആണ്. അപ്പോൾ അത്യാവശ്യം പുതിയ പോലത്തെ പവർ സപ്ലൈ, അത്യാവശ്യം യൂസ് ചെയ്തിട്ടില്ലാത്ത പവർ സപ്ലൈ, അപ്പം സേഫാണ്. നമുക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് ഈ പ്രോസസ്സറിൻ്റെ മുകളിൽ ഈ കൂളറിൻ്റെ മുകളിലേക്ക് റിമൂവ് ചെയ്ത് കളയാം. അത്ര മാറ്റാറായിട്ടില്ലായിരുന്നു പേസ്റ്റ്, അത്ര ഹെവി അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാലും കുറച്ച് ഇപ്പം എടുത്ത സ്ഥിതിക്ക് ഞാനതങ്ങ് മാറ്റാൻ വിചാരിച്ചു. ഓക്കെ, ഇതിൽ എനിക്ക് തോന്നുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് കൂളർ മാസ്റ്ററിൻ്റെ മാസ്റ്റർ ജെല്ലായിരുന്നു തോന്നുന്നു. അതെ, കൂളർ മാസ്റ്ററിൻ്റെ മാസ്റ്റർ ജെല്ല ഈ ഉണ്ടായിരുന്ന തെർമൽ പേസ്റ്റ്. അത്യാവശ്യം നല്ല പേസ്റ്റ്, ഒരുപാട് നാൾ നിൽക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും ഡ്രൈ ഔട്ടോ ഒന്നും ആയിട്ടില്ല. എൻ്റെ പ്രോസസ്സർ കാണിക്കാം. ഇതാണ് നമ്മുടെ പ്രോസസ്സർ. ഫോക്കസ് ആവുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇപ്പോൾ കാണാമല്ലോ. Core i5 10400. ഓക്കെ, അപ്പോൾ ഗൈസ്, സിസ്റ്റം ഓൾമോസ്റ്റ് 1 hour 1.5 hour കഴിഞ്ഞ് നമ്മൾ ബിൽഡ് ചെയ്തു. എന്നാലും കേബിൾ മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. പക്ഷേ ഇത് മതി ഇപ്പോൾ തൽക്കാലം. നമുക്കൊന്ന് ഓണാക്കി ഇതിൻ്റെ കാണാൻ എങ്ങനെയാണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി നാളെ കേബിൾ മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓൾമോസ്റ്റ് 1 മണി കഴിഞ്ഞ് 1.5 hour ആയി. അപ്പം നാളെ ജിമ്മിലൊക്കെ പോകേണ്ടതുകൊണ്ട് നേരത്തെ കിടക്കണം. അപ്പം പക്ഷേ ഇന്നിപ്പോൾ ലേറ്റായി. ഇനി എപ്പോഴെങ്കിലും കിടക്കണം, അല്ലെങ്കിൽ പോകാൻ പറ്റില്ല.
അതുകൊണ്ട് നാളത്തേക്ക് ബാക്കി ചെയ്യാം. ഇപ്പം എന്തായാലും ഇതൊന്ന് ഓണാക്കി നോക്കാം. ശരി, നമുക്കൊന്ന് നോക്കാം ഓണാക്കാൻ. ഓക്കെ, ലൈറ്റ്സ് കൊള്ളാം. ബാക്കി സിസ്റ്റത്തിൻ്റെ ലുക്ക് സെറ്റാക്കിയിട്ട് ഞാൻ നാളെ രാവിലത്തേക്ക് നിങ്ങളെ കാണിക്കാം. ഇപ്പം എല്ലാം ഒന്ന് ഒതുക്കട്ടെ, ഇവിടേക്ക് ഒന്ന് ഒതുക്കട്ടെ. ഇവിടെ എല്ലാം ഓരോന്നായി ഒതുക്കിയിട്ട് നാളത്തേക്ക് എല്ലാം സെറ്റാക്കി കാണിക്കാം. സോ ഇത് നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. നമ്മുടെ പ്ലാനൊക്കെ ചെറുതായിട്ട് മാറിയായിരുന്നു. ഞാനിപ്പോൾ പോകുന്നത് ഒരു ഗ്രാഫിക്സ് കാർഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൊറിയറിൽ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു കാർഡ്, ഒരു കസ്റ്റമറുടെ കാർഡാണ്. കാർഡ് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഡൽഹിയിൽ നിന്ന് ഓർഡർ ചെയ്ത കാർഡായിരുന്നു, ഇന്നായിരുന്നു വന്നത്. എൻ്റെ ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. ഇത് 5060 Ti അല്ല, അതിൻ്റെ ബോക്സ് മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ വരുന്നത് കളർഫുള്ളിൻ്റെ iGame RTX 3060 Ti 8GB ആണ്. സോ കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് ഒരു അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ള മിഡ് റേഞ്ച് PC ആണ്. ഗെയിമിങ് അത്യാവശ്യത്തിന് വേണ്ടിയിട്ടും സ്ട്രീമിങ്, കണ്ടൻറ്റ് ക്രിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പുള്ളി PC എടുക്കുന്നത്. സോ ഇതാണ് പുള്ളിക്ക് വേണ്ടി നമ്മളെടുത്ത കാർഡ്. ഇന്നലെ നമ്മൾ പകുതിയാക്കിയിട്ടിരുന്ന PC നമുക്കൊന്നുകൂടെ അഴിച്ച് പണിയേണ്ടി വരും ഇന്ന്. കാരണം പുതിയ RTX 3060 Ti കിട്ടിയല്ലോ, അത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ആ 3060 റിമൂവ് ചെയ്ത് പുതിയ കാർഡ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പം ടെസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം വെളിയിൽ നിന്ന് കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മളപ്പം തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് എല്ലാം വെരിഫൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ PCയിൽ നിന്ന് കാർഡ് മാറ്റി പുതിയ 3060 Ti ഇൻസ്റ്റാൾ ചെയ്ത് കുറച്ച് നാളത്തേക്ക് ഞാൻ ഈ കാർഡായിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം കസ്റ്റമർക്ക് ഇപ്പോൾ പെട്ടെന്ന് ബിൽഡ് വേണ്ട, ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് മതി. അപ്പോൾ അതിൻ്റെ പവർ കേബിളും കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് മാനേജ് ചെയ്ത് പ്ലഗ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് കഴിഞ്ഞിട്ട് ബാക്കിലുള്ള കേബിൾ മാനേജ്മെൻറ്റൂടെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ കേസിൻ്റെ സൈഡ് പാനൽ എല്ലാം അടച്ചിട്ടുണ്ട്. കേബിൾസും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് സൈഡ് പാനൽ നമ്മൾ അടച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ പാനലിലെ ഗ്ലാസ് പാനലിൻ്റെ മുകളിലുള്ള പ്ലാസ്റ്റിക്കും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യാം. പ്ലാസ്റ്റിക്കും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ആ ഒരു ക്ലിയർ ഫിനിഷ് കിട്ടത്തുള്ളൂ. സോ ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. പ്ലാസ്റ്റിക്കും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് നമ്മുടെ PCയുടെ. അത്യാവശ്യം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. എൻ്റെ PC ഈ ഒരു കുട്ടിപ്പെട്ടിയിൽ നിന്ന് ഈ ഒരു കേസിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇനി ഇതുപോലുള്ള കുറച്ച് വ്ളോഗ്സ് കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇനിയും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ റീബൂട്ട് ട്രിക്സ് എന്ന് പറയുന്ന PC ഓൺലൈൻ ഷോപ്പാണ്, നമ്മളെ ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് മാത്രമല്ല PC പാർട്സ് ലോവർ പ്രൈസിൽ യൂസ്ഡ് കമ്പോണൻസ് ഇതൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. അതിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും PC പാർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ട് നമ്മൾ ഓൺലൈനിൽ നമ്മൾ വാട്സാപ്പ് ത്രൂ കമ്മ്യൂണിറ്റി വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. സോ അതുവരെ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.